എഴുന്നേറ്റോ. ജനഗണ മംഗളദായക ജയ ജനഗണ മംഗളദായക ജയ ഹേ. ദേശീയഗാനം പാടുമ്പോൾ ഒരു വരി താങ്കൾക്ക് തെറ്റിപ്പോയതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളടക്കം പ്രതിപക്ഷ അല്ലെങ്കിൽ മറ്റ് ഇടത് കേന്ദ്രങ്ങളടക്കം വലിയ വിമർശനം, സൈബർ വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ എന്താണ്? ഞാനതിനകത്ത് വിശദീകരണം കൊടുക്കാത്തത്, ഞാൻ തിരുവനന്തപുരത്തെ എല്ലാ വേദികളിലും ദേശീയഗാനം ആലപിക്കുന്ന ആളാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കനകക്കുന്നിൽ ISRO ചെയർമാൻ അവാർഡ് കൊടുക്കാൻ വന്ന ചടങ്ങ്, ആ ചടങ്ങിൽ വലിയ പ്രോട്ടോക്കോളാണ്. അന്ന് തിരുവനന്തപുരത്തുള്ളൊരു പ്രധാനപ്പെട്ട സംഘടനയാണ് ആ പരിപാടിയുടെ കോർഡിനേഷൻ നടത്തിയത്. അവരെൻ്റെ പാർട്ടിക്കാരായിരുന്നില്ല. അന്ന് ഞങ്ങളുടെ ഘടകകക്ഷിയായിരുന്നു, ഇപ്പം നമ്മുടെ ഘടകകക്ഷിയല്ല. അവരാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. അന്ന് ഈ ആങ്കറിനോട് എഴുതി കൊടുത്തു, ദേശീയഗാനം എഴുതി കൊടുത്തു. പക്ഷേ അവരോട് അവിടെ നിന്ന് വന്ന SPGക്കാർ പറഞ്ഞു വേണ്ട ദേശീയ. പക്ഷെ ഇത് ആ കുട്ടിയിൽ അറിയിക്കാൻ അനങ്ങാൻ സമ്മതിച്ചില്ല. ഈ ആങ്കറിൻ്റെ അടുത്ത് ഈ ദേശീയ ഗാനം വേണ്ട എന്ന് SPGക്കാർ പറഞ്ഞു. ചടങ്ങ് തുടങ്ങി. ഞാനായിരുന്നു സ്വാഗതം. മുഖ്യമന്ത്രിമാർ, മോഹൻലാൽ, മറ്റേ തമിഴ്നാട് ശരത്ത്, ഉള്ളൊരു വലിയ വേദിയാണ്. അവസാനം ഈ കുട്ടിയങ്ങ് ദേശീയ ഗാനം അനൗൺസ് ചെയ്തു. പ്രധാനമന്ത്രി അടക്കം എഴുന്നേറ്റങ്ങ് നിന്നു. എല്ലാവരും അവിടെ ദേശീയഗാനം. ഞാൻ നേരെ ചെന്ന് ദേശീയഗാനം ചൊല്ലി നന്നായിട്ട് ആ ചടങ്ങ് അവസാനിപ്പിച്ചു. അവിടെ മാത്രമല്ല, രാഹുൽ ഗാന്ധി വന്ന ചടങ്ങിൽ ഞാനായിരുന്നു ദേശീയഗാനം. എനിക്ക് ദേശീയഗാനം ആലപിക്കുന്നത് വളരെ അഭിമാനത്തോടെ, അതിനൊരു അവസരം കിട്ടുന്നത് വളരെ അഭിമാനത്തോടെ കാണുന്നതാണ്. ഞാനിവിടെ അന്നത്തെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, ഞാനൊരു 4 ദിവസം ഒരു 3 മണിക്കൂർ പോലും ഉറങ്ങിയിട്ടില്ല. അന്ന് എന്നെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. ഈ ആറ്റിങ്ങലും നെടുമങ്ങാടും തിരുവനന്തപുരത്തും ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത് DC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനാണ്. അന്ന് 12 മണിക്കൊക്കെ ഞങ്ങൾ ആ സ്റ്റേജിൽ കസേര ഇടുകയാണ്. 12 മണിക്ക് അവിടുത്തെ ചൂട് എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചു. അതിനുശേഷം തിരിച്ചു വന്നിട്ടാണ് എയർപോർട്ടിൽ പോകണം. അതുപോലെ തന്നെ ഈ സ്റ്റാച്യു നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ കൂടെ കയറണം. ഞാനന്ന് വളരെ പരിക്ഷീണനായിരുന്നു. അവസാനം അവിടെ സമ്മേളനത്തിൽ കുറച്ചാളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വന്നെങ്കിലും KPC പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ കുറച്ച് ആളുകൾ കുറവായിരുന്നു. അത് എനിക്കും പ്രയാസമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കൂടെ വന്നപ്പോൾ എനിക്കും പ്രയാസമുണ്ടായി. അതിനുശേഷം ദേശീയഗാനം അധ്യക്ഷൻ ഞാനാണ്. ഞാൻ ദേശീയഗാനം പറഞ്ഞു. ഞാൻ വിചാരിച്ചു റെക്കോർഡുണ്ടാവുമെന്നാണ്. ഞാൻ അല്പം ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ദേശീയഗാനത്തിന് ഈശ്വരപ്രാർത്ഥനയ്ക്ക് ആളുണ്ടായിരുന്നു, ഇതിനാളില്ല. ഞാൻ തന്നെ പോയി. എനിക്കറിയാം, കാരണം എനിക്ക് ദേശീയഗാനം പാടുന്നത് വലിയ താല്പര്യമുള്ളൊരു കേസാണ്. ഞാൻ നന്നായിട്ട് കവിത എഴുതും, നന്നായിട്ട് ദേശീയഗാനം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ ചെന്നപ്പം ഞാനിങ്ങനെ ഈ പറയും പോലെ കഴിഞ്ഞ 2-3 ദിവസത്തെ വളരെ ക്ഷീണവും ഒക്കെ എനിക്കുണ്ട്. അങ്ങനെയാണ് ആ ഒരു ചെറിയ സ്ലിപ്പ് ഓഫ് ടങ്, അതിനകത്ത് ചെറിയൊരു സ്ലിപ്പ് ഓഫ് ടങ്. ഞാനത് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് റെക്കോർഡുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ അപ്പം തന്നെ ഇതിലെ നേതാക്കൾ ആരെങ്കിലും വിശദീകരണം വല്ലതും ചോദിച്ചു? ആരും ചോദിച്ചിട്ടില്ല എന്നോട്. അതൊരു സ്ലിപ്പ് ഓഫ് ടങ്ങാണ് എന്ന് അവിടെ ഇരുന്നവർക്കും അവിടെ കേട്ടവരും മാധ്യമ സുഹൃത്തുക്കൾക്കും ബോധ്യം വന്നതുകൊണ്ടാണ്. മാധ്യമങ്ങളൊന്നും എന്നെ അതിൽ കുറ്റപ്പെടുത്തിയില്ല. ഒരു മാധ്യമവും എന്നെ കുറ്റപ്പെടുത്തിയില്ല.